ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ ഒരേ ഒരു മരുമകൻ, അതായത് എൻ്റെ അമ്മക്കും അച്ഛനും കൂടിയിട്ട് ഞങ്ങൾ 5 പേരാണ്. അതിൽ 4 ആണും 1 പെണ്ണുമാണ്. ഒരേ ഒരു പെങ്ങളാണ് നമ്മൾക്ക് 4 പേർക്കും കൂടി ഉള്ളത്. ആ ഒരേ ഒരു പെങ്ങളുടെ ഒരേ ഒരു മരുമകൻ, എൻ്റെ മരുമോൻ. അപ്പോൾ ഞങ്ങളെ കണ്ണൂർ ഒക്കെ പറയുന്നത് മരുമോനാണ്. പെങ്ങളുടെ മകനെ മരുമോൻ എന്നാണ് പറയുക. മറ്റുള്ള ജില്ലകളിലൊക്കെ എനിക്ക് തോന്നുന്നു മരുമോൻ എന്ന് പറഞ്ഞാൽ മകളുടെ ഭർത്താവിനെയാണ് പറയുക. അപ്പോൾ നമ്മൾ കണ്ണൂർ മരുമോൻ എന്ന് പറഞ്ഞാൽ അനന്തരവേ, അതാണ്. അപ്പോൾ അവൻ്റെ കല്യാണമാണ്. ഇതിനിടയ്ക്ക് കല്യാണം ഏകദേശം ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് റീൽസിന് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുത്തു വെച്ചായിരുന്നു. അപ്പോൾ റീൽസ് ഇടാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് റീൽസ് ഇട്ടെങ്കിലും ഈ ബാക്കി വീഡിയോ ഉണ്ട്. അപ്പോൾ എൻ്റെ ഗാലറി അങ്ങ് തിങ്ങി നിറഞ്ഞിട്ട് സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ ഈ വീഡിയോ കൂടിയിട്ട് ഇപ്പം ഒരു വീഡിയോ ആക്കിയിട്ട് ഇടുന്നതാണ്. അപ്പോൾ എൻ്റെ സ്റ്റോറേജ് പിന്നെ യൂട്യൂബിലൊക്കെ ആക്കിയിട്ട് സ്റ്റോറേജ് കാലിയാക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ കല്യാണം നടക്കുന്നത് തോട്ടടയാണ്, ബീച്ച് റിസോർട്ടിലാണ്. അപ്പോൾ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ, അവിടെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ കല്യാണത്തിന് പങ്കെടുത്തവർക്കൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ്. പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അതായത് ചെറുക്കൻ്റെ ഭാഗത്തുനിന്ന് ചെറുക്കൻ്റെ അമ്മാവന്മാർ, അമ്മാവന്മാരും ഭാര്യമാരും മക്കളും, അതുപോലെ തന്നെ ചെറുക്കൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാരും അവരുടെ മക്കളും വല്യച്ഛനും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് ചെറിയൊരു കല്യാണമായിരുന്നു. ഭയങ്കര വൈബായിട്ടുള്ള ചെറിയൊരു കല്യാണം. അപ്പോൾ ആ കല്യാണം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെറുക്കൻ എൻ്റെ മരുമകനും, അതുപോലെ കെട്ടാൻ പോകുന്ന പെണ്ണ് ഡാർജിലിംഗ്കാരിയാണ്. അപ്പോൾ ഇവർ കണ്ടുമുട്ടിയത് ആകാശത്ത് നിന്നാണ് കേട്ടോ. ആകാശത്ത് നിന്ന് കണ്ടുമുട്ടി പിന്നെ ഭൂമിയിൽ വന്നിട്ട് ആ സ്വപ്ന സാഫല്യം നിറവേറ്റി. അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് കാണാം. പണ്ടൊക്കെ പെൺകുട്ടീനെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു 5 or 6 അമ്മമാരും ചേച്ചിമാരും കുട്ടികളും എല്ലാം ആയിട്ടായിരിക്കും. ഇന്നത്തെ കാലത്തെ കല്യാണ പെണ്ണിനെ കൊണ്ടുവരുന്നത് യുവാക്കളാണ്. അതായത് പെണ്ണിന്റെയും ചെറുക്കന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആണ് ഈ കാണുന്നത്. അപ്പോൾ പെണ്ണിനെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും എല്ലാം കൂടിയിട്ട് ഒരു സർപ്രൈസ് ഡാൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡാൻസിന് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ പാട്ട് വരുന്നുണ്ട്, പാട്ടിനനുസരിച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. അപ്പോൾ പാട്ട് നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ആയതുകൊണ്ട് പാട്ടും മ്യൂസിക്കും ഒന്നും ഇല്ലാത്ത അവർ ഡാൻസ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെയൊരു വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ തോട്ടട ബീച്ച് റിസോർട്ടിൽ കാണാനും. ഭയങ്കര രസമായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു കല്യാണം കണ്ടതായിട്ട് ഇല്ല. അത്രയും നല്ലൊരു കല്യാണമായിരുന്നു. ചെറുക്കൻ്റെ പെങ്ങളും അതുപോലെ തന്നെ മറ്റ് പെങ്ങന്മാരും, ഒരേ ഒരു പെങ്ങളാണ്, മറ്റുള്ള വല്യച്ഛൻ്റെ ഒക്കെ മക്കള് പെങ്ങളാണല്ലോ. അപ്പൊ അവരും കൂടിയിട്ടാണ് ഈ ഡാൻസ് പ്ലാൻ ചെയ്തിട്ട് ഡാൻസ് ചെയ്യുന്നത്. കല്യാണ പെണ്ണിനെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഡാൻസിന്റെ ബാക്കിൽ കാണാൻ നമ്മുടെ ഒരു പിന്നെ എന്താണ് പറയാ, പന്തലും ഇതൊക്കെ ആയിട്ട് പയ്യന്മാര് പെൺകുട്ടിയെ കൊണ്ടുവരുന്നതായിട്ട് കാണാം. അപ്പൊ ഇവരുടെ ഡാൻസ് പ്ലാൻ പെട്ടെന്നായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി, എന്തായത് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, അതുപോലെ എന്താണ് എന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആഹാ, നല്ല സ്റ്റെപ്സിലായിട്ട് കുറെ സുന്ദരിമാർ ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടീനെ കൊണ്ടുവരുന്നത് നല്ല സുന്ദരന്മാരാണ്. അപ്പൊ അവരെ ഒക്കെ കാണുമ്പോൾ നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അപ്പൊ ചെറുക്കൻ കല്യാണ പന്തല് കതിരമണ്ഡപത്തിൽ ഇരുന്നിട്ടുണ്ട്. അത് അവിടുന്ന് ബാക്ക് കാണുമ്പോൾ നല്ല ഒരു ആംബിയൻസ് ആണ്. കാരണം ബാക്ക് കടലാണ്. അപ്പോൾ കടൽക്കരക്കുന്നാണ് ഈ കല്യാണം നടക്കുന്നത്. അപ്പൊ വീഡിയോ എടുത്തത് കുറച്ചൊന്ന് പാളിച്ച പറ്റി, ചെറുതായിട്ടൊന്ന് തിരിഞ്ഞുപോയി. എന്തായാലും ഡാൻസ് ചെയ്യുന്ന കുട്ടികളും എല്ലാവരും അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ പിന്നെ കല്യാണ പെണ്ണിന്റെ പേര് വന്നിട്ട് ദീപ എന്നാണ്, അതുപോലെ ചെറുക്കന്റെ പേര് പ്രബിൻ എന്നാണ്. അപ്പോ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. താലിപ്പന്തലിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെറുപ്പക്കാർ പെൺകുട്ടീനെ താലിപ്പന്തലിലേക്ക് കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് താലികെട്ടൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്.
അത് മാത്രമല്ല ഓഡിറ്റോറിയത്തിൽ നിന്നൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ പെൺകുട്ടിയും ഡാൻസ് ചെയ്യും. അപ്പൊ ഇവിടെ പെൺകുട്ടി ഡാൻസ് ചെയ്തിട്ടില്ല, താലി കെട്ടുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അപ്പൊ കുറെ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് ആൾക്കാർ. അതിന്റെ കൂടെ ഞാനും പോയിട്ട് എടുത്തു. അപ്പൊ എനിക്ക് കുറച്ച് ബാക്കോട്ട് നിൽക്കേണ്ടി വന്നു. കാരണം താലി കെട്ടുന്ന എല്ലാവരും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള ആയതുകൊണ്ട് കുറച്ച് ബാക്ക് നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പൊ താലി കുളത്ത് വീഴാത്തോണ്ടാണ് പയ്യൻ ഇങ്ങനെ കടിച്ച് ഒതുക്കുന്നത്. ശരി, കുളത്ത് സാധാരണ താലി ചില ആള് താലി അങ്ങനെ വെച്ചു കൊടുക്കും, എന്നിട്ട് ചെറുക്കന്റെ സിസ്റ്റർ ഒക്കെയാണ് താലി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോ ഒന്ന് ബലപ്പെടുത്തുക, അങ്ങനെയാണ്. കണ്ട ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ആംബിയൻസ് അല്ലേ അല്ലേ, അടിപൊളി. അപ്പൊ ഇതെന്റെ കസിൻ നിശാന്ത് അവിടുന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് കടൽക്കരക്കുന്നൊക്കെ ഫോട്ടോയും വീഡിയോ ആയിട്ട് ഭയങ്കര ഒരു രസകരമായതും വളരെയധികം സുന്ദരമായ ഒരു കല്യാണം തന്നെയായിരുന്നു. അപ്പൊ താലി കെട്ട് കഴിഞ്ഞ് പയ്യനും പെണ്ണും ഇരിക്കുന്നുണ്ട്. കണ്ടില്ലേ എന്താ ആംബിയൻസിലെ, അടിപൊളി. പിന്നെ ഒത്തിരി വീഡിയോക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ താലി കെട്ട് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഉണ്ട്, അരിനിരിക്കൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് കണ്ണൂർ. അത് അരിനിരിക്കുകയാണ്. അപ്പോ ഡാർജിലിംഗിൽ നിന്ന് കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ അരിനിരിക്കൽ ഒന്നും അറിയില്ല, അവരോട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഞാനും അരിനിരിച്ച് അനുഗ്രഹിച്ച്. അപ്പൊ അതെല്ലാം ഒരു നല്ല രസമുള്ളൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വരുന്നതാണ് ആ ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടോളൂ. അമ്മ ഒന്ന് കൂടെ നോക്കോ. ഇപ്പം നമ്മൾ കണ്ട കാഴ്ച എന്ന് വെച്ചാല് വിളക്ക് കൊടുത്തിട്ട് അകത്തേക്ക് കയറ്റുന്ന ഒരു കാഴ്ചയാണ്. വലത് കാല് വെച്ചിട്ട് അകത്തേക്ക് കയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ ഈ കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ 2 ദിവസം മുന്നേ ഉള്ള കാര്യമാണ്. അതായത് പന്തലൊക്കെ റെഡിയാക്കുന്ന സമയത്ത്. അപ്പൊ നിലത്തൊന്നും മാറ്റ് വിരിച്ചില്ല, വിരിക്കുന്നതിന് മുന്നേ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല അടിപൊളി ഒരു പാട്ട് കേട്ടാലോ. ശോഭന
പട്ടാന്നൂർ കൊളപ്പയുടെ അടിപൊളി ഒരു പാട്ട് കേൾക്കാം. ചെമ്പകപ്പൂ ബൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി. ചെമ്പകപ്പൂ ബൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി. പുതുമഞ്ഞു തള്ളിൽ വാർമഴവിൽ ഉണർന്നേ, ഹോയ് ഇന്നു കരളിലഴകിൻ്റെ മധുരമൊഴുകിയ മോഹാലസ്യം, ഒരു സ്നേഹാലസ്യം. ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി. തുടച്ചു കുളിക്കുമ്പോൾ പുൽകും നല്ലിളം കാറ്റേ, എനിക്ക് തരുമോ നീ കിലുങ്ങും കനകമഞ്ചീരം. തുടച്ചു കുളിക്കുമ്പോൾ പുൽകും നല്ലിളം കാറ്റേ, എനിക്ക് തരുമോ നീ കിലുങ്ങും കനകമഞ്ചീരം. കോടിക്കസവൊടുത്താടി ഉലയുന്ന കളിനിലാവേ, നീയും പവിഴ വളയിട്ടു നാണം കൊടുങ്ങുമൊരു പെൺകിടാവല്ലേ. നിനക്കുമുണ്ടോ എന്നെ പോലെ പറയാനരുതാത്ത സ്വപ്നങ്ങൾ? ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി. കല്ലുമാലയുമായി അടയും തിങ്കൾ തട്ടാരേ, പണിഞ്ഞതാർക്കാട് മാനത്തെ തങ്കമണി താലി. കല്ലുമാലയുമായി അടയും തിങ്കൾ തട്ടാരേ, പണിഞ്ഞതാർക്കാട് മാനത്തെ തങ്കമണി താലി. കണ്ണാരം പൊത്തി പൊത്തി കിന്നാരം തേടിപ്പോകും മോഹപ്പൊന്മാനേ, കല്യാണച്ചക്കൻ വന്നു പുന്നാരം ചൊല്ലുമ്പോൾ നീ എന്തു ചെയ്യും? നിനക്കുമുണ്ടോ എന്നെ പോലെ പറയാനരുതാത്ത പ്രിയ രഹസ്യം? ചെമ്പകപ്പൂ മൊട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദന കിളിയടക്കം ചൊല്ലി. പുതുമഞ്ഞു തള്ളിൽ വാർമഴവിൽ ഉണർന്നേ, ഹായ്. എന്തായാലും അടിപൊളി കല്യാണം തന്നെ അല്ലേ, കുറച്ചേ ഉള്ളൂവെങ്കിലും അടിപൊളി കല്യാണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലത് കേട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ബൈ.